ഫംഗ്ഷന് വേണ്ടി കൊല്ലത്തുനിന്ന് വന്ന എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആകെ ഒരു വിഷമവും ബോറടിയും. എന്നാൽ ബോറടി മാറ്റാന്ന് വിചാരിച്ച് പാലക്കാടുള്ള ലുലു മാളിലോട്ട് പോകാമെന്ന് വിചാരിച്ചേ. പോകുന്ന വഴിക്ക് പാലക്കാട് മേലാമുറി എത്തുമ്പം 5 രൂപയുടെ സ്നാക്സ് കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ. എപ്പോൾ വന്നാലും ഇവിടുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ ആവശ്യമുള്ള സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിച്ചേ. അങ്ങനെ ചായയും സ്നാക്സും ഒക്കെ കഴിച്ച ശേഷം ഞങ്ങളിതാ ലുലു മാളിലോട്ട് എത്തിയേ. ഇന്നങ്ങനെ പ്രത്യേകിച്ച് എല്ലാ സാധനങ്ങൾക്കും ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾക്കൊക്കെ ഓഫറായിട്ടുണ്ടായിരുന്നേ. എൻ്റെ കയ്യിലാണെങ്കിൽ അരിപ്പൊടിയും തേയിലയൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ അതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ അങ്ങ് എടുത്തേ. പിന്നെ അവിടെ കണ്ടൊരു കാഴ്ചയെന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് പിക്കിൾസും ജാംസും ആയിരുന്നു. ജാം എന്തെങ്കിലും പിള്ളേർക്ക് വേണമെന്ന് ചോദിച്ചപ്പം അവർക്ക് ആർക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അച്ചുട്ടിക്കാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അതൊക്കെ നോക്കി സെലക്ട് ചെയ്ത് മേടിച്ചേ. പേര് കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് തരം മീനുകൾ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വാങ്ങി വെച്ചാൽ നമുക്ക് വീട്ടിലെത്തുമ്പോഴേക്കും കേട് വന്നു പോകും. അത് കാരണം മീനൊന്നും വാങ്ങിയില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ലുലുവിൽ എത്തിക്കഴിഞ്ഞ ഒരു വിശപ്പിൻ്റെ അസുഖം വരും. ആ അസുഖം എനിക്കും വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ബർഗറും സാൻഡ്വിച്ചും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ പോയിരുന്നങ്ങ് കഴിച്ചേ. ലുലുവിൽ വരുന്ന ഒരുവിധ ആൾക്കാരും ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കുമല്ലേ വരുന്നത്. കാരണം ഫുഡിനൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിസ്സ ഇരിക്കുന്ന കണ്ടപ്പം 2 പേർക്കും പിസ്സ വേണമെന്ന്. ഞാൻ വിചാരിച്ചെന്നാൽ റെഡിമെയ്ഡ് പിസ്സ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി ബേക്ക് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെ പിസ്സയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നോക്കുമ്പം ഐസ്ക്രീമിനാണെങ്കിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമും ഒക്കെ എടുത്ത് ഒരു ജ്യൂസും ഒക്കെ എടുത്ത് ഞങ്ങളങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തേക്ക് വന്നേ. അങ്ങനെ പിന്നെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഓരോന്നായി കാറിലോട്ടും പെറുക്കിയിട്ട് നമ്മൾ പാലക്കാടിന് ബൈയും പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.